ഭദ്രകാളി. മലയാളത്തിൽ ഇതിനകം തന്നെ ശ്രദ്ധേയായിരുന്ന റാണി ചന്ദ്ര തമിഴ് സിനിമയിലും അവസരം നേടി. തേൻ സിന്ധുതേ വാനം, പിന്നീട് ഭദ്രകാളി. ഈ സിനിമ റാണിയുടെ ജീവിതത്തിൽ വളരെ പ്രത്യേകതയുള്ളതാണ്. കാരണം ഇവിടെ അവർക്ക് ലഭിച്ചത് നായികയുടെ പ്രധാന വേഷമായിരുന്നു. ശിവകുമാറിനോടൊപ്പം റാണിയുടെ തമിഴ് സിനിമാ ജീവിതത്തിലെ വലിയ അവസരമായി മാറേണ്ടിയിരുന്ന ചിത്രം. ഇതിലും വലിയൊരു കൗതുകമുണ്ട്. റാണി ചന്ദ്രയുടെ മരണം കഴിഞ്ഞാണ് ഭദ്രകാളി പുറത്തിറങ്ങിയത്. അപ്പോൾ സിനിമ പൂർത്തിയായിരുന്നില്ല. റാണി ഇല്ലാതെ രംഗങ്ങൾ എങ്ങനെ പൂർത്തിയാക്കും? ഇതാണ് സിനിമയുടെ പിന്നാമ്പുറത്തെ ഏറ്റവും വേദനിപ്പിക്കുന്ന അധ്യായം. ശേഷിച്ച രംഗങ്ങളിൽ ഡ്യൂപ്പിനെ ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. പക്ഷെ റാണിയുടെ അഭാവം മറച്ചുവെക്കുക എളുപ്പമായിരുന്നില്ല. അവസാനം ലഭ്യമായ പഴയ ദൃശ്യങ്ങൾ ഉപയോഗിച്ചും ചിത്രത്തിന്റെ ഭാഗങ്ങൾ പൂർത്തിയാക്കിയതായി റിപ്പോർട്ടുകളുണ്ട്. ഒരു നടിയുടെ അവസാന സിനിമ, അവൾ തന്നെ അതിന്റെ റിലീസ് കാണാതെ പോയ സിനിമ. ഇതൊരു സിനിമാ കഥ പോലെ തോന്നാം, പക്ഷെ ഇത് യാഥാർത്ഥ്യമായിരുന്നു. എന്നാൽ ഇതിനു മുമ്പ് സംഭവിച്ച മറ്റൊരു കാര്യം കൂടിയുണ്ട്. റാണി തന്റെ സിനിമാ ജീവിതത്തിന്റെ ഏറ്റവും തിരക്കേറിയ ഘട്ടത്തിലായിരുന്നു. വർഷത്തിൽ 10, 12, 13 സിനിമകൾ വരെ ഒരേ സമയം സിനിമയും നൃത്തവും കുടുംബവും. അവൾ ഓടിക്കൊണ്ടേയിരുന്നു. പിന്നെ വന്നു ഒരു ദുബായ് യാത്ര. റാണി ചന്ദ്രയുടെ ഡാൻസ് ട്രൂപ്പ് വിദേശത്തും പരിപാടികൾ അവതരിപ്പിച്ചിരുന്നു. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. മറ്റൊരു രസകരമായ എപ്പിസോഡ് ഇനിയും കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.